നിലമ്പൂരിനെ കുറിച്ച് ഇന്ന് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ട വിഷയം നിലമ്പൂർ ബൈപ്പാസാണ്. നിലമ്പൂർ ബൈപ്പാസ് 10-30 വർഷമായിട്ട് ഒരു 27 വർഷമെങ്കിലുമായി നിലമ്പൂരിൻ്റെ ഒരു വലിയ തലവേദനയായിട്ട് നിലനിൽക്കുകയാണ്. തലവേദന ഉണ്ടാകുന്നത് ഒരു വലിയ സ്വപ്നമായി ഈ നിലമ്പൂർ ബൈപ്പാസ് ജനങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ്. 1998 നിലമ്പൂർ ബൈപ്പാസ് എന്ന് വെച്ചാൽ നിലമ്പൂർ നഗരത്തിലെ ഈ ട്രാഫിക് ജാം തിരക്കുകൾ, വാഹന തിരക്കുകൾ കുറക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. 6 കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസാണത്. നിലമ്പൂരിലെ നഗരത്തിൻ്റെ തിരക്ക് മാത്രമല്ല, ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിൽ നിന്ന് ഒക്കെ അന്യ സംസ്ഥാനങ്ങൾ നിരന്തരമായി യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക്, വ്യാപാരികൾക്ക് ഒക്കെ നിലമ്പൂർ ടൗണിൻ്റെ തിരക്കിൽപ്പെടാതെ സുരക്ഷിതമായി നിലമ്പൂർ കടന്ന് കേരളത്തിലേക്ക് വരാവുന്നതും കൂടിയാണ്. അതിന് പലതരത്തിൽ സൗകര്യപ്രദമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. നിലമ്പൂർ ബൈപ്പാസ് നമ്മൾ ഈ നിലമ്പൂരിലെ മഞ്ചേരി റോഡിലെ ജ്യോതിപ്പടിയിൽ നിന്ന് തുടങ്ങിയിട്ട് മുക്കട്ട വരെ, ഒന്നാം ഘട്ടം മുക്കട്ട എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം, ജ്യോതിപ്പടിയിൽ നിന്ന് തുടങ്ങിയിട്ട് നഗരത്തിൻ്റെ പ്രാന്തങ്ങളിലൂടെ നഗരത്തിൻ്റെ പുറത്തൂടെ ചെന്ന് മുക്കട്ടയിൽ ചേരുകയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവർക്കും അത് സൗകര്യമാണ്. മുക്കട്ടയിൽ നിന്ന് പിന്നീട് അത് വെളിയന്തോടേക്ക്, മുക്കട്ടയിൽ നിന്ന് വെളിയന്തോട് വരെ 2ാം ഘട്ടവും. ഇങ്ങനെ 2 ഘട്ടങ്ങളായി 6 കിലോമീറ്റർ ദൂരം ആണ് നിലമ്പൂരിലെ ബൈപ്പാസ്. ആ നിലമ്പൂർ ബൈപ്പാസിന് 98 ആരംഭിച്ചു. 98 ഇന്നത്തെ ചില മാധ്യമങ്ങളിലൊക്കെ 93 എന്നൊക്കെ കാണുന്നുണ്ട്. അല്ല, 98 കൃത്യമായ വിവരം. 98 സ്ഥലമെടുപ്പ്, 98 അതിൻ്റെ പ്രോജക്റ്റ്, 98 തീർച്ചയായിട്ടും നായനാരാണ് കേരളം ഭരിക്കുന്നത്. അന്നാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് മുൻകൈ എടുത്ത് തന്നെ ആ പദ്ധതി കൊണ്ടുവരുന്നത്. നായനാരുടെ കാലത്താണ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഈ നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി വരുന്ന സ്ഥലം 10.66 ഹെക്ടറാണ്. ഈ സ്ഥലത്തിനൊക്കെ സത്യത്തിൽ അന്ന് ആ 98 കാലത്ത് ആ സ്ഥലത്തിന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നത് ഏതാണ്ട് 157 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. 157 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിയാൻ അവർ സമ്മതം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അവർക്ക് നിശ്ചയിച്ച വിലയുടെ കാര്യത്തിലും വലിയ ഈ കാലതാമസം ഉണ്ടല്ലോ. 27 കൊല്ലം വൈകി. 98 തുടങ്ങേണ്ടിയിരുന്ന പണി ഈ തുടങ്ങുന്നത് തന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ്. 2016 ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കും അവസാനം അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവിയുടെ അവസാന കാലത്ത് 2016 അടുത്ത ഇലക്ഷൻ്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 98 തുടങ്ങിയ പദ്ധതി, ആരംഭിച്ച പദ്ധതി അല്ലെങ്കിൽ സങ്കല്പിച്ച പദ്ധതി, എല്ലാ പദ്ധതിയും പൂർത്തിയാക്കിയിട്ടും 2016 വരെ തുടങ്ങാൻ തന്നെ ഒരുപാട് കാലം, 10-20 കൊല്ലം വൈകിട്ടാണ് തുടങ്ങുന്നത്. ഇനി തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു പരാതി. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ വോട്ടർമാർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എവിടെ നിലമ്പൂർ ബൈപ്പാസ്? അതാണ് ഒരു ചോദ്യം. നിലമ്പൂർ ബൈപ്പാസ് എവിടെയെന്ന ചോദ്യം. അപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ആയാലും LDF ആയാലും ഞങ്ങൾ വന്നാൽ പൂർത്തിയാക്കും എന്ന് പറയും. പക്ഷേ ഇത്രയും കാലമായിട്ട് 27 കൊല്ലമായിട്ട് അതവിടെ കിടക്കുകയാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. നിലമ്പൂർ ബൈപ്പാസ് ആര് വന്നാലും പ്രശ്നമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ MLA ആയിരുന്ന PV അൻവറാണല്ലോ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട വിഷയം. ജനങ്ങൾ ചോദിക്കും, 2016 ആര്യാടൻ തുടങ്ങി വെച്ച ബൈപ്പാസ് എവിടെ എത്തി, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് തീർച്ചയായിട്ടും PV അൻവറിനോട് ചോദിക്കും. PV അൻവർ UDFനെ പിന്തുണക്കുമ്പോൾ തീർച്ചയായിട്ടും UDFന് നേരെ തന്നെയാണ് ആ ചോദ്യം വരിക. ഇനി PV അൻവർ LDFിലായിരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് LDFൻ്റെ നേരെയും ചോദ്യം വരാം. അതുകൊണ്ട് ബൈപ്പാസാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ ചോദ്യം കൂടി ഇപ്പോൾ രംഗത്ത് സാധാരണ വരുന്നതാണ്. ഇത്തവണ കുറേ കൂടി രൂക്ഷമായി വന്നിട്ടുണ്ട്. അതെന്താണ്? നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം കൊടുക്കേണ്ടി വന്ന 157 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം വലിയ സംഖ്യയാണ്. യഥാർത്ഥത്തിൽ അന്ന് 98 തുടങ്ങിയ കാലത്ത് കൊടുത്തിരുന്നെങ്കിൽ അവിടെ അന്ന് കൂടി വന്നാൽ ഒരു സെൻറ്റിന് 2000 രൂപയൊക്കെ അന്ന് വില ഉണ്ടായിരുന്നു 98. ഇപ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാവുന്നത്. എത്ര മടങ്ങാണ് വർദ്ധിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 250 കോടിയോളം വേണം. ഈ കഴിഞ്ഞ ബജറ്റിൽ 227 കോടി പാസ്സാക്കി എന്ന് നമ്മുടെ ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തിയതാണ്. പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. പക്ഷേ വാർത്തയിൽ ഒതുങ്ങി നിൽക്കുന്നു, ആളുകൾക്ക് പൈസ കിട്ടിയിട്ടില്ല. ആളുകൾ പറയുന്നത് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ കുറേ കണ്ടതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അതാത് ഗവൺമെൻറ്റുകൾ പറയും ഫണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം നിങ്ങൾ ബൈപ്പാസ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കിടപ്പാടമില്ല എന്ന് തീരുമാനിച്ച് തന്നിട്ടുണ്ടല്ലോ.
തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കടപ്പാടം നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, നഷ്ടപരിഹാരം തരണ്ടേ? അത് തരാതെ ഞങ്ങൾക്ക് വീട് വെക്കണ്ടേ? ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കിടപ്പാടം കണ്ടെത്തണ്ടേ? ഞങ്ങളുടെ പ്രശ്നം അതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ഇപ്പോൾ നിർണായകമായ വളരെ ഗുരുതരമായ ഒരു വെല്ലുവിളി അവർ ഉയർത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മെയ് 10 ഈ 10 തീയതി തെരഞ്ഞെടുപ്പ് മെയ് 10 തീയതിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോമ്പൻസേഷൻ, ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്ന നഷ്ടപരിഹാരം പലപ്പോഴായിട്ട് പല ഗവൺമെൻറ്റുകൾ പറഞ്ഞെങ്കിലും പാതി പേർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പകുതിയിലേറെ പേർക്ക് ഇപ്പോഴും കിട്ടാനുണ്ട്. നഷ്ടപരിഹാരം ഈ മെയ് 10 മുമ്പ് തന്നില്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളോട് സംസാരമില്ല, ഞങ്ങൾ മത്സരിക്കും നേരിട്ട്. എന്നിട്ട് അവർ പറയുന്നത് ഈ 157 കുടുംബങ്ങളിൽ 3000 വോട്ടർമാരുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് 3000 വോട്ട് വളരെ നിർണായകമാണ്. അത് ആർക്ക് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നതാണ് അവർ പറഞ്ഞത്. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നല്ല, 2 മുന്നണിയെയും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബൈപ്പാസ് പൂർത്തിയാക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബൈപ്പാസിന് വേണ്ടി സ്ഥലമെടുത്ത ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുമെന്ന് പറയുന്നതും തട്ടിപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി വിട്ടുവീഴ്ചയില്ല, ഞങ്ങൾ മത്സരിക്കും. ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ജെയിംസ് മയ്യന്താനിയാണ് ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം കൊടുത്ത, അതിനുവേണ്ടി വീടും സ്ഥലവും കൊടുക്കേണ്ടി വന്നവരുടെ എഫക്റ്റഡ് ആയിട്ടുള്ള, അങ്ങനെ അത് അനുഭവിക്കേണ്ടി വന്ന ആളുകളുടെ യൂണിയനുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്, NBA. നിലമ്പൂർ ബൈപ്പാസ് അസോസിയേഷൻ്റെ നേതാവാണ് ജെയിംസ് മയ്യന്താനി പറഞ്ഞത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. 227 കോടി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അനുമതി കൊടുത്തു എന്ന് മന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് നയാ പൈസയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. UDF-നോടും LDF-നോടും ഇനി വർത്തമാനമില്ല. ഞങ്ങളുടെ കയ്യിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ നഷ്ടപരിഹാര തുക കിട്ടിയാൽ മാത്രം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും. അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒടുവിലത്തെ വാർത്ത, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും അൻവറിനും ഒക്കെ മധ്യേ ഒരു ശക്തി വരുന്നുണ്ട്. 3000 വോട്ട് ചില്ലറ ശക്തിയല്ല, അത് നിലമ്പൂർ ബൈപ്പാസ് അസോസിയേഷനാണ്. അവരോട് എന്ത് നിലപാടെടുക്കുമെന്ന് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് UDF-ഉം തീരുമാനിക്കേണ്ടതാണ്. ആ തീരുമാനം വളരെ നിർണായകമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.